പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ബ്ലോഗർ ദിവാകൃഷ്ണ. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചലച്ചിത്ര ഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങൾക്ക് പിന്നിലുള്ള വിശേഷങ്ങളും നമുക്ക് എത്ര തവണ പറഞ്ഞാലും മതിവരാത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ മധുരവുമേറുന്നു. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ദിവാകൃഷ്ണ എന്ന വ്ളോഗർ ആണ്. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പാട്ട് വർത്താനം എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ പാട്ട് വർത്താനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് പാട്ടിൻ്റെ കഥകൾ പറഞ്ഞു തരുന്ന ഒരാളെ നമുക്ക് ഓർമ്മ വരും. അതെ, ആ ആൾ തന്നെയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ദിവാകൃഷ്ണ. നമസ്കാരം. നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ദിവാകൃഷ്ണ എന്നുള്ളത് ഒരു സ്ക്രീൻ നെയിം ആണോ അതോ ശരിക്കുള്ള പേരാണോ? ശരിക്കുള്ള പേരാണ് ദിവാകൃഷ്ണ. ആ പേര് പറഞ്ഞതിന് പിന്നിൽ തന്നെ ഒരു കഥയുണ്ട്. കാരണം എൻ്റെ അച്ഛനൊരു നാടക നടനാണ്, പാറശാല വിജയൻ എന്ന് പറയും. അപ്പം പുള്ളിയുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്കും അമ്മയുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു രണ്ട് അച്ഛന്മാരെയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ അച്ഛൻ്റെ പേരായ ദിവാകരനിൽ നിന്ന് ദിവയും അച്ഛൻ്റെ പേരായ കൃഷ്ണനിൽ നിന്ന് കൃഷ്ണയും എടുത്തിട്ട് എൻ്റെ പേര് ആക്കി. രണ്ട് അപ്പൂപ്പന്മാരെയും പിണക്കാതൊരു പേരിട്ട് വിട്ടതാണ് ദിവാകൃഷ്ണ എന്നുള്ള പേര്. അങ്ങനെ ഒരു കോംപ്രമൈസിൻ്റെ പേരിലുണ്ടായ പേരാണെങ്കിലും അത് വളരെ കാൽപ്പനികമായിരിക്കുകയും ഒരു സ്ക്രീൻ നെയിമായിട്ട് പിന്നെ കാലത്തെങ്കിലും ഉപയോഗിക്കപ്പെടാൻ പറ്റുമെന്ന് അവർ ഇട്ടപ്പോൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, എനിക്കും പണ്ട് ഈ പേര് കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ ആയാലും നമ്മൾ പേര് എഴുതി കൊടുക്കുമ്പോഴായിരുന്നാലും പലപ്പോഴും മൈക്കിലൂടെയൊക്കെ നമ്മുടെ പേര് തെറ്റിച്ച് ദിവ്യ എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് ചമ്മി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് തന്നെയാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് മനസ്സിലാക്കിയായിരുന്നു. പിന്നീട് ഈ പേര് കിട്ടിയത് നന്നായി. കാരണം ആരായാലും ഒന്ന് ചോദിച്ചിട്ട് എന്താ ഒന്നുകൂടെ പറഞ്ഞേ എന്നുള്ള രീതിയിൽ ചോദിക്കും. മനസ്സിൽ നിൽക്കുന്ന ഒരു പേരായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് പാട്ട് വർത്താനത്തിലേക്ക് വരാം. അതാണല്ലോ പ്രധാനം. അതെ. എങ്ങനെയാണ് പാട്ട് വർത്താനം തുടങ്ങുന്നത്? പാട്ട് വർത്താനം തുടങ്ങുന്നത്, ഞാൻ ശരിക്കും കുറച്ച് മ്യൂസിക് വീഡിയോസും ഷോർട്ട് ഫിലിംസും ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. സംവിധാനമാണ് മേഖല എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കോവിഡ് വരുന്നതും പിന്നെ അത്തരം പ്രവർത്തനങ്ങളെല്ലാം നിലച്ചല്ലോ. പിന്നെ അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു. അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്ന് അവസാനം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമുക്ക് ഒരു വെളിച്ചമില്ല എന്നുള്ളൊരു അവസ്ഥയായപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് സ്വയം ഒരു തൃപ്തി അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ സംഭവമാണ് പാട്ട് വർത്താനം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിലൊരു പേജ് തുടങ്ങിയിട്ട് അതിൽ ഈ പാട്ടിനെ പറ്റിയിട്ടുള്ള കഥകൾ, എനിക്കറിയാവുന്ന കഥകൾ പറയുക എന്നുള്ള പരിപാടി. അത് വെറുതെ ഇങ്ങനെ ഡെയിലി ഞാനിങ്ങനെ, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം അത് ക്ലിക്കായി. ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്ലാൻ, കാരണം ഷോർട്ട് ഫിലിമൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണല്ലോ, അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ഇത് ആദ്യത്തെ പാട്ടായിട്ട് ചെയ്യാം എന്ന് ആലോചിക്കായിരുന്നു? അത് വളരെ പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു? അല്ല, അത് ആദ്യത്തെ വീഡിയോയെ പറ്റിയിട്ട് ആലോചന ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വൈഫാണ് എനിക്ക് ഇത് തുടങ്ങാനൊരു പ്രചോദനം നൽകിയത്. അപ്പം ഞങ്ങളിങ്ങനെ ബൈക്കിലിങ്ങനെ അവളെ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പറയുന്നത്, നമുക്ക് ആദ്യം പ്രശാന്ത് പിള്ള എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. ഞാനപ്പോൾ അവളുടെ അടുത്ത് ഈ പാട്ടുകളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഈ പാട്ടുകളൊക്കെ അറിയാം, പക്ഷേ ഇതിൻ്റെ കമ്പോസറെ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഒരു അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് ഇദ്ദേഹത്തെ പറ്റിയിട്ടൊരു വീഡിയോ പറഞ്ഞിട്ട് പുള്ളിയാണ് ചെയ്തതെന്ന് അറിയാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഒരു എപ്പിസോഡ് ആദ്യമായിട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കവേ തന്നെ പാട്ട് വർത്താനം അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് അവളടുത്ത് പറയുകയും അവളത് കേട്ടിട്ട് എക്സൈറ്റഡ് ആവുകയും ഇത് കൊള്ളാം, വർക്കാവും എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് തരികയും ചെയ്തതിൽ നിന്നാണ് ആദ്യത്തെ എപ്പിസോഡ് പിറക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിലെ പാട്ട്, ആദ്യത്തെ എപ്പിസോഡിൽ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. മനോഗതം ഭവാൻ, വസന്തമല്ലികെ, അങ്ങനെ പ്രശാന്ത് പിള്ളയുടെ കുറച്ച് പാട്ടുകൾ, ലോലലോലമായി, അതൊക്കെ ആദ്യത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനെ പാട്ട് വർത്തമാനം അല്ലെങ്കിൽ പാട്ട് വർത്താനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങുമ്പോൾ മലയാളികൾ പൊതുവിലും മലയാള ചലച്ചിത്രഗാന ശാഖയുടെ സുവർണ്ണകാലം എന്ന് പൊതുവേ പറയപ്പെടുന്ന 60കളിലോ 70കളിലോ ഒരുപക്ഷെ അതിൽ കുറച്ചുകൂടി കടന്ന് 90കൾ വരെ വന്ന് നിൽക്കാറാണ് പതിവ്. താങ്കൾ അതിലും കൂടി കടന്ന് പുതിയ തലമുറയ്ക്ക് പരിചയമുള്ള പാട്ടുകളുമായിട്ടാണ് പാട്ട് വർത്താനത്തിലേക്ക് വരുന്നത്. അതങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളാണ് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഈ 60s-ലും 70s-ലും വന്ന പാട്ടുകളുമുണ്ട്, 80s-ൽ വന്ന പാട്ടുകളുണ്ട്, 90s-ൽ വന്ന പാട്ടുകളുണ്ട്, 2000-ന് ശേഷം വന്ന പാട്ടുകളെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഒരു 90s കിഡാണ്. അപ്പോൾ 90കളുടെ അവസാനം 2000-ന്റെ തുടക്കത്തിലൊക്കെ ഉള്ള പാട്ടുകളോടായിരിക്കും നമുക്ക് കൂടുതലൊരു മമത. അതുകൊണ്ട് അത്തരം പാട്ടുകളാണ് കുറച്ച് കൂടുതൽ ചെയ്യുന്നത്.
നമുക്ക് എന്തായാലും ഇത് ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു പ്രിയഗാനം കേട്ടുകൊണ്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഓക്കെ, ആദ്യം ഏത് പാട്ടായിരിക്കും പറയാം? ആദ്യം പ്രിയഗാനം അമ്പാടി പയ്യകൾ മേയും. കാരണം എൻ്റെ മാമൻ്റെ കല്യാണ കേസറ്റിൽ ആ പാട്ട് കേട്ടിട്ടാണ് എനിക്ക് പാട്ടുകളോടൊരു ഇഷ്ടം കുഞ്ഞിലെ മുതലേ ആദ്യം തോന്നി തുടങ്ങുന്നത് അമ്പാടി പയ്യകളിൽ നിന്നാണ്. വിദ്യാജിയുടെ പാട്ടാണ്. അതെ, വിദ്യാസാഗറുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, നമുക്ക് തുടർന്ന് സംസാരിക്കാം. എസ് രമേശൻ നായരുടെ വരികളാണ് പാടിയിരിക്കുന്നത്. കെ ജയേശുദാസ്, സുജാത. നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് എനിക്ക് വരിയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയാലും അത് തിരുത്തി തരാൻ ദിവ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഞാൻ വരുന്ന ഗസ്റ്റിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറാണ് പതിവ്. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടുകൊണ്ട് തുടർന്ന് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തു. ഒന്നിലധികം പാട്ടുകളെക്കുറിച്ചായിരുന്നു. അതിനകത്ത് ഒരു സംവിധായകനെക്കുറിച്ചോ ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇതിന് ഒരു രൂപം, ഇങ്ങനെ ഒരു ഘടന വേണം എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചെയ്ത് തന്നെയാണ് പഠിച്ചത്. കാരണം ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാൾ പോലും ആയിരുന്നില്ല. ഞാനിത് തുടങ്ങി എൻ്റേതായിട്ടുള്ള രീതിയിലെടുത്തു. മറ്റുള്ളവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പോലും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് ശേഷം ഞാൻ ചെയ്ത് സ്വയം പഠിച്ചതാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞു, പിന്നീട് നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കണ്ടന്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ പിന്നാമ്പുറ കഥകൾ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു നമുക്ക് ഏതെങ്കിലും വാക്കെടുത്തിട്ട്, അധികം പരിചിതമല്ലാത്ത ഒരുപാട് പേർക്ക് അർത്ഥം അറിയാത്ത ഒരുപാട് വാക്കുകൾ മലയാള സിനിമാ ഗാനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും വാക്ക് പിക്ക് ചെയ്തിട്ട് പറയാമെന്ന് വെച്ചു. പിന്നെ ഇത് തന്നെ ഒരു ഫോർമാറ്റായി. ഇപ്പോൾ ആഴ്ചയിൽ ഞാനൊരു 5 വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒരാളെ പറ്റിയിട്ടുള്ളതായിരിക്കും, ഒരെണ്ണം ഏതെങ്കിലും വാക്കിനെ പറ്റിയിട്ടുള്ളതായിരിക്കും, ഒരെണ്ണം ഏതെങ്കിലും പിന്നാമ്പുറ കഥയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഡെയിലി ഇടാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. എനിക്ക് വളരെ ആകർഷകമായി തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത്, പൊതുവേ എല്ലാവരും പാട്ടിൻ്റെ വരികളെക്കുറിച്ച് വളരെ വാചാലരാകുമെങ്കിലും അവരോട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ വരികൾ പറഞ്ഞാൽ തെറ്റിച്ചേ പറയുള്ളൂ. അത് അപ്പോൾ താങ്കൾ ആണെങ്കിൽ അങ്ങനെ തെറ്റിച്ച് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ തെറ്റിച്ച് പാടിയിട്ടുള്ള വരികളുള്ള പാട്ടുകൾ എടുത്തു വെച്ച് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ആ തോട്ടൊക്കെ എങ്ങനെയാണ് വരുന്നത്? അത് സത്യം പറഞ്ഞാൽ ഞാനും തെറ്റിച്ച് തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് അതിലെ എക്സൈറ്റ്മെന്റ്. ഞാനും പണ്ട് തെറ്റിച്ച് പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. പിന്നീട് ഒരു ഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത്, അയ്യോ ഇതിങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതേ എക്സൈറ്റ്മെന്റ് കാണുന്ന ആളുകളിലോട്ടും എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അത്തരത്തിൽ തെറ്റിപ്പറയുന്ന വാക്കുകളുടെ വീഡിയോസ്. ഇടയ്ക്ക് റാപ്പൊക്കെ തരംഗമാവുന്ന സമയത്ത് താങ്കൾ ഒരു സിംഹമലയും കാട്ടിലെന്ന തെങ്കാശി പഠനത്തിലെ പാട്ടെടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണ്ടായി. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിനിടയ്ക്ക് വരുന്നൊരു റാപ്പ് പോർഷനാണ്. സിത്താർ തരഫിട്ടിച്ചിട്ട വെച്ച് തളപിട്ടിച്ചിട്ട സ്വരമൊരുക്കി പാടടി സരിഗമ ഹെച്ചുകെട്ട മൃദംഗത്തിൽ ഇട്ടുകെട്ട ശ്രുതിയിട്ട് പക്കാലൊക്കെ ചേരി പാടടി പതിനിസ എന്ന് പറയുന്നൊരു പോർഷൻ വരുന്നുണ്ട്. വെറുതെ ബഹളം വയ്ക്കുന്നതല്ല, കൃത്യമായി വരികളാണ്. അതെ, മുന്നേ നമ്മളത് കേൾക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് പിടിയില്ല, എന്തോ ജിബ്രിഷ് ആയിരിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ പിന്നീട് അത് കേട്ടപ്പോൾ എന്തോ പറയുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഈ ടെക്നോളജിയുടെ വളർച്ച നമ്മളെ സഹായിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് സ്ലോ ആയിട്ട് പ്ലേ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ വന്നു. അപ്പോൾ അത് സ്ലോ ആയിട്ട് പ്ലേ ചെയ്ത് കേട്ട് മനസ്സിലാക്കി വന്നപ്പോഴാണ് പിന്നീട് ആ വാക്കുകൾ പലതും കിട്ടി, ചിലത് കിട്ടിയില്ല. പിന്നെ കിട്ടിയ വാക്കുകൾ വെച്ചിട്ട് കിട്ടാത്ത വാക്കുകളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ അത് ഇങ്ങനെ ആയിരിക്കാം ഉണ്ടായത് എന്ന് കണക്ട് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. സിത്താറിൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ട സ്വരമൊരുക്കി പാടടി സരിഗമ ഹെച്ചുകെട്ട മൃദംഗത്തിൽ 8 കെട്ട ശ്രുതിയിട്ട് പക്കാല കച്ചേരി പാടടി പതിനിസ എന്നുള്ളതാണ് ആ വരികൾ. പക്ഷെ അത് സ്പീഡിൽ പാടുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. പിന്നീട് താങ്കൾ കൈതപ്രത്തിനെ നേരിട്ട് കാണുകയുണ്ടായി. അന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായോ? അന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ എനിക്ക് ഒരു പാട്ട് ഇപ്പോഴും സംശയമുണ്ട്. അതായത് കണ്ണകി സിനിമയിലെ കമലസണ്ട് നാസിമേ നാസിമേ വിമലസണ്ട് ബദരിമേ നിമകയാരു ബേക്കമ്മ എന്ന് പറയുന്ന വരികളുണ്ട്. അത് കന്നഡയാണോ തുളുവാണോ എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് കുറേ പേരെടുത്ത് ചോദിച്ചെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടിയില്ല. ഞാൻ അവസാനം അന്ന് കൈതപ്രസാറിനെ നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു. പുള്ളിക്ക് സംഭവം ഓർമ്മയില്ല. പുള്ളി എന്ന് ആരെടുത്തോ ചോദിച്ചിട്ട് മനസ്സിലാക്കി എഴുതിയ വരികളാണ്. പുള്ളിയിൽ നിന്നെങ്കിലും അറിയാമെന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്ക് അത് ഓർമ്മയില്ല. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കും. അതെ, തീർച്ചയായും. നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടൊരു വീഡിയോ ഹിറ്റ് എന്ന് നമുക്ക് പറയാമല്ലോ, ഒരു 1 മില്യണൊക്കെ വ്യൂസ് പോയൊരു വീഡിയോ ആണ്. കൈതപ്രം തന്നെ എഴുതിയ കോടമഞ്ഞിൻ താഴ്വരയിൽ ഇളയരാജയുടെ മ്യൂസിക്കിൽ കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ ഈ വ്രീളാവതി എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ ആണ്. അതാണ് ആദ്യമായിട്ട് പാട്ട് വർത്താനത്തിനൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയത് കോടമഞ്ഞിലാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കാം. എന്തായാലും നമുക്കിപ്പോൾ 1 മില്യൺ വ്യൂസ് കൊടുത്ത ആ പാട്ട് നമുക്ക് കേൾക്കാം. പൊതുവേ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അതിൻ്റെ അകത്ത് ഒരു മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. കാരണം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് പേര് കാണുന്നു എന്നുള്ളതൊക്കെ അറിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായും അടുത്ത ചോദ്യം മോണിറ്റൈസ് ആയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നേരിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചോദ്യമുണ്ട്, ഇതൊക്കെ എന്തിനാണ് ഇതിനു വേണ്ടി സമയം കളയുന്നത് എന്ന ചോദ്യം. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നേരിട്ടുണ്ടോ?
വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അച്ഛനും അമ്മയായിരുന്നാലും കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നവർ കലാകാരന്മാരൊക്കെയാണ്. എൻ്റെ അച്ഛനൊക്കെ 50 വർഷത്തോളമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നതാണ്. അപ്പം പുള്ളിക്ക് ഇത്രയും കാലമായിട്ടും ഉണ്ടാകാതിരുന്ന ആ ഒരു ഫെയിമും ആളുകൾ എവിടെ പോയാലും അറിയുന്നതും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ പുള്ളിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്തരമൊരു അവസ്ഥ വീട്ടിൽ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് വർത്താനം ചെയ്തിട്ട് 5 പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ ഇല്ല. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ചെയ്യാവുന്ന കാര്യം പ്രൊമോഷൻസ് ആണ്. നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവരുടെ നിന്ന് കാശ് വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ തുണിക്കടയിൽ പോയി ചെയ്യാം. നമുക്ക് അങ്ങനെ തുണിക്കടയിലും ഹോട്ടലിലും ഒക്കെ ചെന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല പാട്ട് വർത്താനം. അതുമല്ല, നമ്മളെ ഇഷ്ടപ്പെട്ടാണ് ആളുകൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരെ ചതിക്കുക ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാശ് നമുക്കിതല്ലെങ്കിൽ വേറെ വഴിയിൽ കൂടെ വരുമല്ലോ. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇത് തുടങ്ങിയതിൽ നിന്നാണ് ഞാൻ മറ്റൊരു TV ചാനലിലോട്ട് എന്നെ വിളിക്കുന്നതും അതിൽ നിന്ന് എനിക്കൊരു വരുമാനം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രൊമോഷനുകളോട് എടുക്കാനും വലിയ താല്പര്യമില്ല. നമ്മുടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പാട്ട് വർത്താനത്തിൽ നിന്ന് വരുമാനം 0 എങ്കിലും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്വകാര്യ ചാനലിലേക്കുള്ള റിയാലിറ്റി ഷോയിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നതിന് മുന്നേ ഒരു 1.5 വർഷത്തിൽ കൂടുതൽ താങ്കൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്നു, നിരന്തരം. അതെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും ഞാനിത് ചെയ്യേണ്ടതുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ജീവിക്കാനൊരു പർപ്പസ് തന്നത് പാട്ട് വർത്താനമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതിനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകളാണ്. മെറ്റീരിയലിൽ നിന്ന് മാത്രമല്ല, മെറ്റീരിയൽ ഒരു ഫാക്ട് ചെക്ക് നടത്തുകയും കൂടി വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി പോകും. നമ്മൾ എവിടെയെങ്കിലും ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അയാളെന്ന് ഈ പറഞ്ഞ ആളാണ് എന്നായിരിക്കും നമുക്ക് പേരുണ്ടാവുക. അപ്പോൾ ആ ഫാക്ട് ചെക്കുകൾ, ഈ മെറ്റീരിയൽ കളക്ഷൻ, അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഞാൻ പണ്ട് കുറേ ചെയ്തിട്ടുണ്ടെന്നല്ല കേട്ടോ പറയാം. പക്ഷേ നമ്മൾ ഈ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ കുഞ്ഞിലേ മുതലേ നമ്മളെ കയ്യിൽ കിട്ടുന്ന സിനിമാ വാരികകൾ, പത്രങ്ങളിലൊക്കെ വരുന്ന പാട്ടുകളെ പറ്റിയിട്ടുള്ള പങ്ക്തികളും അതിൻ്റെ വരികളും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ഇപ്പോഴും വീട്ടിൽ അതിൻ്റെ കുറേയൊക്കെ മിച്ചരിപ്പുണ്ട്. കുറേയൊക്കെ എൻ്റെ പഠിത്തം പോകുന്നു പറഞ്ഞിട്ട് വീട്ടുകാരെ കൊണ്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് പഴയ പാട്ട് പുസ്തകങ്ങൾ. ഞാൻ പാട്ടൊക്കെ ഇങ്ങനെ ഡയറിയിൽ എഴുതി വയ്ക്കുമായിരുന്നു, ഒരു 3-4 ഡയറി. അതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ശേഖരണം അതിലൂടെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു എഴുതി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുമെന്ന് പറയുന്നത്. ചില വരികളൊക്കെ അങ്ങനെ ആയിരിക്കാം ഇപ്പോഴും മനസ്സിലുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഉണ്ട്, അതേപോലെ ഒരുപാട് മീഡിയംസ് ഉണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് ഈ ഒറിജിനൽ ക്രിയേറ്റേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കാണാം. അവരിതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങളുണ്ട്, ആത്മകഥാംശമുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതായത് ഇവരുടെ പാട്ടിനെ പറ്റി മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങളല്ല ഞാൻ പറയുന്നത്, ഇവർ തന്നെ സ്വന്തമായിട്ട് എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതൊന്നും അങ്ങനെ അധികം ആരും കണ്ടിട്ടോ വായിച്ചിട്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് എൻ്റെ വിജയം. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളിലും ഇൻ്റർവ്യൂസിലുമൊക്കെ ഒരുപാട് കണ്ടൻസ് കിടപ്പുണ്ട്. പക്ഷേ കണ്ടന്റ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയും കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കും, സംവിധായകനെയോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറെയോ ആരെങ്കിലും. പിന്നെ കുറച്ചൊക്കെ മുഖപരിചയമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ അറിയാം എന്നുള്ളത് കൊണ്ട് പലരും അതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് റിയാലിറ്റി ഷോയിൽ ഒരു പാട്ടിനെ പറ്റിയിട്ട് സംസാരിച്ചു, ശൃംഗാരവേലനെ ദേവ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അത് പണ്ട് റെക്കോർഡ് ചെയ്തതാണ്, പക്ഷെ അത് ഡബിൾ ട്രാക്കിൽ റെക്കോർഡ് ചെയ്തതാണ്. അതായത് നാദസ്വരത്തിന്റെ ശബ്ദവും ജാനകി അമ്മയുടെ ശബ്ദവും ഒരുമിച്ച് പണ്ട് ഒറ്റ റൂമിലല്ലേ ചെയ്യുന്നത്. അപ്പം നാദസ്വരത്തിന് ഭയങ്കര സൗണ്ട് അല്ലേ, അപ്പം ഹ്യൂമൻ സൗണ്ട് അതിനെ ഒപ്പിച്ച് പിടിക്കാൻ പറ്റില്ല. അപ്പം അത് രണ്ടായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ചേർത്തതാണെന്നുള്ള ഒരു അറിവ് എനിക്കുണ്ടായിട്ട് ഞാനത് പ്രസൻറ്റ് ചെയ്തു. പക്ഷേ ചിത്രചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചിത്രചേച്ചി അത് കണ്ടിട്ട് പറഞ്ഞു, അങ്ങനെ വരെ ഒരു വഴിയില്ല, ഇത് 50കളിൽ 60കളുടെ തുടക്കത്തിലാണ്, അതൊരിക്കലും അങ്ങനെയല്ല, കുട്ടികളുടെ അടുത്ത് അത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അതങ്ങനെ തന്നെയാണ്, എൻ്റെ കയ്യിൽ ജാനകി അപ്പോൾ പറയുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഇത് അവിടെ അയച്ചു കൊടുത്ത് ചിത്രചേച്ചിയുടെ അടുത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ചിത്രചേച്ചി പറഞ്ഞില്ല അത് അങ്ങനെയാണ്. ഞാൻ ജാനകി അമ്മയെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു എതിരെ നമുക്കൊരു ചോദ്യം വന്നാൽ കാണിക്കാനൊരു സാധനം എപ്പോഴും കയ്യിലെടുത്ത് വച്ചിട്ടേ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ കൃത്യമായിട്ടുള്ള ഫാക്ട് ചെക്കോടുകൂടി താങ്കളത് അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടവും. വേറൊരു ഇഷ്ടവും കൂടിയുണ്ട്, അത് എനിക്ക് തോന്നുന്നു ഒരു പാട്ടിന് ശേഷം നമുക്കത് സംസാരിക്കാം. ഏത് പാട്ടായിരിക്കും അടുത്ത് മഴവില്ലിൻ മലർ തേടി എന്ന് പറയുന്ന പാട്ടുണ്ട്. കഥ ഇതുവരെ എന്ന് പറയുന്ന സിനിമയിൽ പൂവച്ചൽ ഖാദറിൻ്റെ വരികളാണ്, ജോൺസൺ മാഷ് സംഗീതം നൽകിയ പാട്ട്. അത് കേൾക്കാം. ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ, അങ്ങനെ ഒരു ഓഡിറ്റൊന്നും ആരും നടത്തിയിട്ടില്ല എങ്കിൽ കൂടി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് പൂവച്ചൽ ഖാദർ. പക്ഷെ നമുക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നില്ല, എങ്കിലും ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളെന്ന്
പറഞ്ഞ ശ്രീകുമാരൻ തമ്പി സാറായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിച്ച് അതെ അതെ ഈ പാട്ട് ഭയങ്കര രസമാണ്. മഴവില്ലിൻ മലർ തേടി, അതായത് പൈലറ്റാണ് സിനിമയിലെ നായകൻ, എയർ ഹോസ്റ്റസ് ആണ് നായിക. അപ്പൊ അവർ തമ്മിലുള്ള ഒരു എയറോപ്ലെയിനിലുള്ള ഒരു സഞ്ചാരത്തെയാണ് മഴവില്ലിൻ മലർ തേടി വാനിൻ അതിർ തേടി ഒരു രാജഹംസം എന്നാണ് പ്ലെയിനിനെ പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരു രാജഹംസമായിട്ട് കണ്ടെഴുതിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണ്. ഇത്തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൂടി ഈ എപ്പിസോഡിൽ കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് താങ്കളെ വീണ്ടും വീണ്ടും നമുക്ക് വിളിക്കണമെന്ന് തോന്നുന്നത്. നമുക്ക് തൽക്കാലം പാട്ട് കേൾക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മെറ്റീരിയൽ കിട്ടുകയും അതിൻ്റെ ഫാക്ട് ചെക്ക് നടത്തി വെച്ചിരിക്കുകയും മാത്രമല്ല, അതിനെ വളരെ ഗംഭീരമായ ഒരു അടുക്കിയാണ് താങ്കൾ അവതരിപ്പിക്കാറ്. ഒരു കൗതുകം തോന്നുന്ന ഒരു കാര്യം ആദ്യമേ പറയുന്നു. ആ കൗതുകത്തിൽ ആൾക്കാരെ ക്ഷണിച്ചതിന് ശേഷമാണ് ആ കൗതുകത്തിന് താങ്കൾ അതിൻ്റെ ടുവേഴ്സ് ദ എൻഡ് അത് റിവീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു കഥ പറച്ചിൽ രീതി ആയിട്ട് തന്നെ എവിടെ മുതലാണ് അത് പ്ലാൻ ചെയ്യുന്നത്? കഥ പറച്ചിൽ രീതി എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഈ പറഞ്ഞ സംവിധാനവും സ്ക്രിപ്റ്റ് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം. പിന്നെ കുഞ്ഞിലെ മുതൽ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പഠിച്ചത് പാറശാല നഴ്സറി സ്കൂൾ മുതൽ തുടങ്ങിയതാണ്. പാറശാല ചെല്ലപ്പൻ എന്ന് പറയുന്ന ഒരു കാഥികനുണ്ട്, അദ്ദേഹം നടത്തിയിരുന്ന ഒരു സ്കൂളാണ് ABC സ്കൂൾ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. സാറെന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരെയും സ്റ്റേജിൽ കയറ്റി എല്ലാ പരിപാടികൾക്കും എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് കുഞ്ഞിലേ തന്നെ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട്, മിമിക്രി, മോണോ ആക്ട്. 5ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എല്ലാത്തിലും പങ്കെടുത്തിട്ട് കലാപ്രതിഭയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെ ഈ എഴുത്ത് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി നിന്നൊരു കഥ പ്രസൻറ്റ് ചെയ്യുക, മോണോ ആക്ട് ചെയ്യുക, അതിലൊക്കെ ഒരു സ്റ്റേജ് ഫിയറോ അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കാം സ്ക്രിപ്റ്റ് എഴുത്തിലും ഒക്കെ സഹായിച്ചിട്ടുള്ളത്. ആ സംഭവം ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്നപ്പം ആളുകളെ ഹുക്ക് ചെയ്തിരുത്തിയിട്ട് കഥ പറഞ്ഞു പോകുന്ന ആ ഒരു രീതി സ്വാഭാവികമായിട്ട് വന്നതായിരിക്കാം. അതുപോലെ തന്നെ താങ്കളുടെ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു പ്രത്യേകത തിരുവനന്തപുരത്തെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും കൂടി എൻ്റെ അത് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പാട്ടിന് ഇന്ന സ്ഥലം എന്നങ്ങനെ ആലോചിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളങ്ങ് ഷൂട്ട് ചെയ്ത് പോവുകയാണോ? രണ്ടും സംഭവിക്കാറുണ്ട്. പലരും എൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടിട്ട് പലരും വിചാരിച്ചിരിക്കുന്നത് തന്നെ ഞാനൊരു പാലക്കാടുകാരനാണെന്നാണ്. ചിലർ ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ വിളിച്ചിട്ട് പാലക്കാടല്ലേ, എങ്ങനെ ട്രിവാൻഡ്രം വരെ വരും? ഞാൻ പറയും ചേട്ടാ ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻസ്, ഈ വയൽ, ഇതെല്ലാം തിരുവനന്തപുരത്തുണ്ട്. ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിരുന്നപ്പോൾ ആ വയൽ, കീഴമാകം വയലൊന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നു. പക്ഷെ പിന്നീട് അതിനുശേഷം എനിക്ക് പോയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ അവിടെ ഫുള്ള് ആളുകളും കല്യാണ വീഡിയോ ഷൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മലകളും. പിന്നെ നമ്മൾ തമിഴ്നാട് ബോർഡറാണ്. എൻ്റെ സ്ഥലം പാറശാലയാണ്. തൊട്ടപ്പുറത്ത് പോയാൽ തക്കലയായി, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, മലനിരകളുണ്ട്, അവിടെ വേണമെങ്കിൽ പോയി ഷൂട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളും പാട്ടുകളൊക്കെ ആണെങ്കിൽ എക്സാക്റ്റ് അവിടെ തന്നെ പോയി ചെയ്യാൻ നോക്കും. അല്ലാത്തതൊക്കെ ആണെങ്കിൽ അതാണ് ഇത് എന്ന് തോന്നിക്കുന്ന തരത്തിലൊരു ലൊക്കേഷൻ പിടിച്ചിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ കാണുന്ന വിഷ്വലുകളെല്ലാം വെറുതെ സംഭവിക്കുന്നതല്ല, അതിന് പിന്നിലൊരു കൃത്യമായ പ്ലാനുണ്ട്. കിരീടത്തിലെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ കിരീടം പാലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. പാട്ട് വർത്തമാനം തുടങ്ങിയതിന് ശേഷം കിട്ടിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായി പരിചയപ്പെടാൻ കിട്ടിയ ഒരു കാര്യമാണ്. അതിൽ ചിത്രശേഷിയെ കാണാൻ പോകുന്നത് താങ്കളുടെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ കാണുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, താങ്കളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് താങ്കൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അതെന്താ പറയുക, നമ്മൾ ഇത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തി, ഒരു ലെജൻഡാണ് ചിത്രചേച്ചി. അപ്പം ആക്ച്വലി ചിത്രചേച്ചി ഞാൻ കാണുന്നതിന് മുമ്പ് എന്നെ ചിത്രചേച്ചി കണ്ടു തുടങ്ങി അവിടെ സ്ക്രീനിൽ. അപ്പോൾ അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാനൊരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനും വൈഫും കൂടെ ഇവിടുന്ന് 2 വീലറിലാണ് പോയത്, ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളം വരെ. അപ്പോൾ ആ യാത്ര തന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു യാത്ര. നമ്മളിങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ചിത്രചേച്ചിയുടെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞ് പാടിയൊക്കെയാണ് അവിടെ വരെ എത്തുന്നത്. എത്തി KS ചിത്ര എന്ന് ബോർഡ് എഴുതിയ ആ ഒരു റൂമിൻ്റെ പുറത്ത് ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്നപ്പോൾ ഓരോരുത്തർ പലരുമൊക്കെ കയറുന്നു, ഇറങ്ങുന്നു, വരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് കഥ തുറന്ന് സാരി കൊടുത്ത് ചിത്രചേച്ചി ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഞാനിങ്ങനെ കണ്ട് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ 6ാം തമ്പുരാനിലെ മഞ്ജുവാര്യരെ പോലെ അറിയാതെ നമ്മളിങ്ങനെ തൊഴുതു പോകും. അപ്പം ചിത്രചേച്ചി പെട്ടെന്ന് എന്നെ കണ്ടിട്ട് ദിവാകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവമേ, ചിത്രചേച്ചിയെ പോലുള്ള ഒരാൾ വന്നിട്ട് എൻ്റെ പേര് വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. പിന്നെ അതുപോലെ മറ്റാരെങ്കിലും പരിചയപ്പെടാൻ കഴിഞ്ഞു? അതുപോലെ വിദ്യാജി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് വർത്താനൊക്കെ തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സംവിധായകനായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫാൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് വിദ്യാജിയെ കൊണ്ടൊരു മലയാളത്തിൽ മ്യൂസിക്കൽ ആൽബം ചെയ്യിക്കാനൊരു ശ്രമം നടത്തി. അപ്പോൾ അതിന് പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളന്ന് വിദ്യാജിയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയി, വർഷവല്ലയിൽ പോയി. നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് പുള്ളി പഴയ പാട്ടുകളൊക്കെ ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി. ഇതിനിടയിൽ ഒരു 5 മിനിറ്റിൽ പുള്ളി ആ പാട്ട് കമ്പോസ് ചെയ്തു. അതെപ്പോഴാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, വിദ്യാജിക്ക് മനസ്സിലായില്ല. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്തു.
അപ്പോൾ അന്ന് കമ്പോസിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ സ്റ്റുഡിയോയിൽ എത്തി. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയുടെ അകത്ത് വർഷവല്ലി സ്റ്റുഡിയോയുടെ അകത്ത് ഇരിക്കുകയാണ്. ഒരു 6-6:30 ആയി കാണും. അപ്പോൾ വിദ്യാജി ഇങ്ങനെ വരുന്നില്ല ഇങ്ങനെ നോക്കി ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇരിക്കുന്ന ഒരു ജനലിൻ്റെ സൈഡിലാണ്, ജനലിൻ്റെ പാളി ഒരു ഇത്തിരി തുറന്നിട്ടുണ്ട്. അതിലൂടെ ഒരു വെളുത്ത രൂപം ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ഒരു ഇടിപ്പിടിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പാടി പയ്യകൾ മുതൽ കുഞ്ഞിലേ മുതൽ നമ്മൾ കേട്ട് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. പുള്ളിയെ കാണാൻ അതെ പുള്ളിയെ കാണാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വെള്ള രൂപം ഇങ്ങനെ വരുന്നു. ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് പതുക്കെ എണീറ്റപ്പോൾ ആ റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ 4 വിരലുകൾ ഇങ്ങനെ വന്ന് പതിഞ്ഞു. അതിലൊരു വിരലിലൊരു മോതിരം ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ആ വാതിലിങ്ങനെ തുറന്നിട്ട് അകത്തോട്ട് എൻ്റർ ആവുകയാണ്. വെള്ള ഉടുപ്പിട്ടിട്ട് വിദ്യാജി. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ എണീറ്റ് തൊഴുതു പോകുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെയാണ് വിദ്യാജിയെ ആദ്യമായിട്ട് കാണുന്നത്. 2 ദിവസം വിദ്യാജിയുടെ കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അന്ന് മാർച്ച് 2-നായിരുന്നു ബർത്ത്ഡേ. മാർച്ച് 16 ലോക്ക്ഡൗൺ ആയി. അതോടെ ആ പരിപാടികളൊക്കെ അവിടെ നിന്നുപോയി. പിന്നെ അതുപോലെ തന്നെയാണ് കൈതപ്രം സാറിനെ കാണുന്നത്. അതും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പുള്ളി ഇങ്ങനെ എന്നെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ വേദിയിലിരുന്ന് കൈ കാണിച്ചു പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുക, ആരെയാ പുള്ളി, എന്നെ തന്നെയാണോ? അപ്പോൾ പുള്ളി അവിടെ നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൈവമേ പറഞ്ഞിട്ട് കാരണം ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ പാട്ടുകാരാണെങ്കിൽ അവർ പാട്ട് പാടുന്നുണ്ട്, എഴുത്തുകാരാണെങ്കിൽ അവർ എഴുതുന്നുണ്ട്. നമ്മൾ ഇവരെയൊക്കെ പറ്റി സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അല്ല, താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇവരുടെ എല്ലാവരുടെയും എക്സൈറ്റ്മെൻറ്റുകൾ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പലപ്പോഴും സംഭവിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരിൽ അറിയപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ഈ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ട്? മൗനം സ്വരമായി എന്നുള്ള പാട്ട് എപ്പോഴും പേഴ്സണലി ഒരുപാട് അടുത്ത് നിൽക്കുന്നൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ജയറാമേട്ടൻ്റെ കടുത്ത ഒരു ആരാധകനും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ട്, ഈ പാട്ട് കേൾക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിനെ കണ്ടെത്തിയ നിമിഷം കൂടി പറയാം. അയ്യോ അതും ഇതുപോലെ എന്താ പറയാ, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്, റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പം ജയറാമേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്തായാലും ജയറാമേട്ടനെ കണ്ടേ തീരൂ. ഞാൻ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ പുള്ളിയുടെ ഭയങ്കര ആരാധകനാണ്. പലരും മമ്മൂട്ടി ഫാനാണ്, മോഹൻലാൽ ഫാനാണ് എന്നൊക്കെ പറയും. ഓക്കെ, അവരെല്ലാവരും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ജയറാമിൻ്റെ കടുത്ത ആരാധകനാണ്. പുള്ളി വരുമ്പോൾ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താ ഒരു കാര്യം ചെയ്യും, ജയറാമേട്ടന് വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ ചെയ്യും, എന്നിട്ട് നമുക്ക് അത് അവിടെ പ്രസന്റ് ചെയ്തിട്ട് പുള്ളി. അപ്പോൾ നമ്മൾ സാധാരണ പ്രൊഫൈൽ ചെയ്യും, എവിടെയെങ്കിലും നിന്നിട്ട് ഒരാളെ പറ്റിയിട്ട് ഒരു കഥ അങ്ങ് പറയും. പക്ഷേ ഇത് ജയറാമേട്ടനാണ്, ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തന്നെ ഇവിടെ നിന്ന് കൂട്ടുകാരെയും വിളിച്ച് കാറെടുത്ത് നേരെ പെരുമ്പാവൂർക്ക് വിട്ടു. പെരുമ്പാവൂർക്ക് പോയി പുള്ളി ജനിച്ച് വളർന്ന പഴയ തറവാടിരുന്ന സ്ഥലമൊക്കെ കണ്ടെത്തി അതിൻ്റെ മുന്നിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ട്, പുള്ളി പഠിച്ച കാലടി ശങ്കര കോളേജിൽ പോയി അതിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്ത്, പിന്നെ പുള്ളിയുടെ ഫാം ഹൗസ് ഉണ്ട് അവിടെ പോയി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത്, അങ്ങനെ പിന്നെ കലാഭവൻ്റെ മുന്നിൽ പോയി നിന്ന് ഷൂട്ട് ചെയ്ത്, അങ്ങനെ പുള്ളിയുടെ ലൈഫുമായിട്ട് പുള്ളിയുടെ മെമ്മറീസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് നിന്ന് പുള്ളിയുടെ മെമ്മറീസ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ കൊണ്ടുവന്നത് അവിടെ പ്രസൻറ്റ് ചെയ്ത്. അത് കണ്ടപ്പോഴേക്ക് ജയറാമേട്ടൻ്റെ കണ്ണെന്ന് നിറഞ്ഞു. പുള്ളി ഇങ്ങനെ വിളിക്കുക, ഇത് ആരാണ് ഇത് ചെയ്തത്, എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ പേര് വിളിക്കുന്നു. ഞാൻ കണ്ണ് നിറഞ്ഞാണ് വേദിയിലോട്ട് കയറുന്നത്. അപ്പോൾ ജയറാമേട്ടൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് വന്ന് എന്നെ നേരെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും എൻ്റെ കൺട്രോൾ പോയി. ഞാൻ പിന്നെ കരഞ്ഞ തോളിൽ വീണ് കെട്ടിപ്പിടിച്ച്. ഒരുപാട് വളരെ രസകരമായ നിമിഷങ്ങൾ. അത് ശ്രോതാക്കളിലേക്കും അവരൊരു ചലച്ചിത്രത്തിൽ എന്ന പോലെ അവരും കാണുന്നുണ്ടാവും താങ്കളുടെ വിവരണത്തിൽ. നമുക്ക് എന്തായാലും മൗനം സ്വരമായി എന്നുള്ള പാട്ട് കേൾക്കാം. വിവാഹം നടന്ന് ഒരു ഹണിമൂൺ പീരീഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാട്ട് വർത്താനം തുടങ്ങുന്നത്. അപ്പോൾ ഭാര്യയെക്കുറിച്ച്, പാട്ട് വർത്താനത്തിൽ അയാളുടെ പങ്കിനെക്കുറിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8 മാസമായി കാണും, അപ്പോഴാണ് പാട്ട് വർത്താനം തുടങ്ങുന്നത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്യാൻ എൻ്റെ കൂടെ നിന്നതും വൈഫും ഫാമിലിയും തന്നെയായിരുന്നു. മനുഷ്യരുടെ ഒരു കാലഘട്ടം വരെ അവർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും എല്ലാം വലുത്. പിന്നീടായിരിക്കും അവർ മനസ്സിലാക്കുന്നത്, ഓക്കെ ഇവർ ഫ്രണ്ട്സ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഫാമിലിയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുന്ന ഒരു ഘട്ടമായിരുന്നു എനിക്ക് അത്. ആ സമയത്താണ് ഞാൻ പാട്ട് വർത്താനം തുടങ്ങുന്നത്. അതിന് ഇവരുടെയൊക്കെ സപ്പോർട്ട് വളരെ വലിയ സപ്പോർട്ടായിരുന്നു. വൈഫിൻ്റെ പേര് ശ്രുതി എന്നാണ്, അച്ഛൻ്റെ പേര് പാറശാല വിജയൻ, അമ്മയുടെ പേര് ജ്യോതിലക്ഷ്മി, അനിയനുണ്ട് എനിക്ക്, അനിയൻ്റെ പേര് നന്ദു കൃഷ്ണ. അനിയനൊരു ലൈബ്രറിയനാണ്. അത്തരത്തിലുള്ള റെഫറൻസ് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ഒരു ലൈബ്രറിയൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ. ലൈബ്രറിയൻ വീട്ടിലുള്ളത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, പക്ഷേ അവന് നല്ലൊരു ക്യാമറാമാനാണ്. എൻ്റെ പല വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് നന്ദുവാണ്, അനിയനാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ പുസ്തകങ്ങൾ വീട്ടിലുണ്ട്, വീട്ടിലാണ് ഏറ്റവും വലിയ ലൈബ്രറി. ഇനി കൂടുതൽ രസകരമായ പാട്ട് വർത്തമാനങ്ങൾ നമുക്ക് തരാൻ പറ്റട്ടെ. ഒരുപാട് പാട്ടിനെക്കുറിച്ചുള്ള അറിയുന്ന കഥകളും അറിയാത്ത കഥകളും ഒക്കെ വളരെ രസകരമായ രീതിയിൽ, വളരെ ചെറുതായി 1.5 മിനിറ്റിൽ 2 മിനിറ്റിലൊക്കെ ഞങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരാൻ പറ്റട്ടെ. ആശംസകളോടെ നന്ദി. താങ്ക് യു.
ബ്ലോഗർ ദിവാകൃഷ്ണ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.